വിശുദ്ധിയുടെ പൊന്നിറവിൽ വീണ്ടും ഒരു ഈസ്റ്റർ ദിനം കൂടി ഇതാ കടന്നുപോകുന്നു. ട്രൂവിഷന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം സംഭവിച്ച വാർത്തകൾ എന്തെന്ന് നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. നാദാപുരത്ത് ബസ്സുകളുടെ മത്സരയോട്ടം, ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തു. വില്യാപ്പള്ളിയിലെ പേടിഎം വഴി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതിക്കെതിരെ പരാതിയുമായി കൂടുതൽ കച്ചവടക്കാർ രംഗത്ത്. ഓർക്കാട്ടേരിയിൽ അഖിലേന്ത്യാ പുരുഷ വനിതാ വോളിബോൾ ടൂർണമെന്റിന് നാളെ തുടക്കം. കളഞ്ഞുപോയ സ്വർണ്ണാഭരണം വീട്ടിൽ സൂക്ഷിച്ച ആളെ കണ്ടുപിടിച്ച് ഉടമയ്ക്ക് തിരികെ വാങ്ങിച്ചു കൊടുത്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാന പാതയിൽ അപകടകരമായി മത്സര ഓട്ടം നടത്തിയ 2 ബസ്സുകൾ നാദാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർമാർക്കെതിരെയും കേസ് രേഖപ്പെടുത്തി. തൂണേരി സ്വദേശി പാപ്പറത്ത് താഴേക്കുനിയിൽ BTK രജിത്, കായക്കൊടി സ്വദേശി പള്ളിപ്പെരുമ്പടത്തിൽ ജയേഷ് എന്നിവർക്കെതിരെയാണ് നാദാപുരം പോലീസ് കേസെടുത്തത്. കുറ്റ്യാടിയിൽ നിന്ന് നാദാപുരം ഭാഗത്തേക്ക് സർവീസ് നടത്തുകയായിരുന്ന KL 18 W3251 സോൾമേറ്റ് ബസ്സും KL 13 AK 63 99 ഹരേറാം ബസ്സുമാണ് മത്സര ഓട്ടം നടത്തിയത്. കല്ലാച്ചി മുതൽ നാദാപുരം സ്റ്റാൻഡ് വരെ ബസ്സിലെ യാത്രക്കാർക്കും റോഡിലെ മറ്റു വാഹനങ്ങൾക്കും അപകടമുണ്ടാക്കും വിധമാണ് ഇരു ഡ്രൈവർമാരും വാഹനം ഓടിച്ചത്. നാദാപുരം സ്റ്റാൻഡിലെത്തിയ ഇരു ബസ്സിലെയും ജീവനക്കാർ പരസ്പരം പോർവിളി നടത്തുകയും ചെയ്തു. സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് 2 ബസ്സുകളും കസ്റ്റഡിയിലെടുക്കുകയും ഡ്രൈവർമാർക്കെതിരെ കേസെടുക്കുകയുമായിരുന്നു. പേടിഎം തകരാർ പരിഹരിക്കാനെന്ന വ്യാജേന വില്യാപ്പള്ളിയിലെ കടകളിലെത്തി പണം തട്ടിയെന്ന കേസിൽ പിടിയിലായ പ്രതിക്കെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത്. തലശ്ശേരി കതിരൂർ സ്വദേശി പിലാക്കണ്ടി മുഹമ്മദ് റാഷിദിനെതിരെയാണ് പരാതിയുമായി കച്ചവടക്കാരെത്തുന്നത്. പ്രതിക്കെതിരെ 5 പേരാണ് നിലവിൽ പരാതിയുമായി എത്തിയത്. ഇവരിൽ നിന്നും 6 ലക്ഷം രൂപയോളം കവർന്നതായാണ് പരാതി. വില്യാപ്പള്ളി ടൗൺ, അമരാവതി എന്നിവിടങ്ങളിലെ 3ഓളം കടക്കാരുടെ പരാതിയിലാണ് വടകര പോലീസ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച റാഷിദിനെ അറസ്റ്റ് ചെയ്തത്. വൈക്കിലശ്ശേരിയിലെ താമസ സ്ഥലത്ത് നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. 2 ലക്ഷത്തോളം രൂപയാണ് ഇവരിൽ നിന്നും തട്ടിയെടുത്തത്. പേടിഎം സെറ്റ് ചെയ്തു നൽകുന്ന സ്ഥാപനത്തിലെ ടെക്നിക്കൽ ജീവനക്കാരനായിരുന്നു റാഷിദ്. സാമ്പത്തിക തിരിമറികൾ നടത്തിയതിനെ തുടർന്ന് ഇയാളെ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നും നേരത്തെ പിരിച്ചുവിട്ടിരുന്നു. കമ്പനി ജീവനക്കാരനായിരുന്ന സമയത്ത് ബന്ധമുണ്ടായിരുന്ന സ്ഥാപനങ്ങളിൽ വീണ്ടും എത്തി ഇയാൾ പേടിഎം തകരാർ പരിഹരിക്കാനുണ്ടെന്നും പറഞ്ഞ് ആധാറും മൊബൈൽ ഫോണും കൈക്കലാക്കി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടുകയായിരുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വിരുന്നെത്തുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിനെ വരവേൽക്കാൻ ഓർക്കാട്ടേരി ഒരുങ്ങി. ഇനി ഓർക്കാട്ടേരിക്കും ഒഞ്ചിയത്തിനും വടകരയ്ക്കുമെല്ലാം വോളിബോളാണ് ലഹരി. ഡയാലിസിസ് കേന്ദ്രം തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെ ഒപ്പനം ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളി ഏപ്രിൽ 21 മുതൽ 27 വരെ ഓർക്കാട്ടേരി ചന്ത മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. വൈകിട്ട് 7 മണിക്ക് മന്ത്രി V അബ്ദുറഹ്മാൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 6 ടീമുകൾ വീതം പങ്കെടുക്കും. എല്ലാ ദിവസവും 2 കളി വീതം ഉണ്ടാകും. 6000 പേർക്ക് ഇരിക്കാവുന്ന ഗ്യാലറിയും 1500 കസേരകളും ഉൾപ്പെടെ മൊത്തം 7500 പേർക്ക് കളി കാണാനുള്ള സൗകര്യമുണ്ടാകും. കളഞ്ഞുപോയ സ്വർണ്ണാഭരണം വീട്ടിൽ സൂക്ഷിച്ച ആളെ കണ്ടുപിടിച്ച് ഉടമയ്ക്ക് തിരികെ വാങ്ങിച്ചു കൊടുത്തു. ഇന്നലെ കുറ്റ്യാടി പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് ചിക്കീസ് ഹോട്ടലിനു സമീപത്ത് നിന്നും തൊട്ടിൽപ്പാലം സ്വദേശി വലിയ പറമ്പത്ത് മുരളീധരന്റെ കയ്യിൽ നിന്നുമാണ് സ്വർണം കളഞ്ഞുപോയത്. കളഞ്ഞുപോയ സ്വർണം തമിഴ്നാട് സ്വദേശിയായ റോജ എന്ന വ്യക്തിക്ക് കിട്ടുകയും അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൈമാറാതെ വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തു. കുറ്റ്യാടി പരിസരത്തുള്ള CCTV പരിശോധിച്ച് സ്വർണം കൈവശമുള്ള ആളെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും ആളെ കണ്ടുപിടിക്കുകയും ഇയാളെ ജനകീയ ദുരന്ത നിവാരണ സേനയുടെ ചെയർമാൻ ബഷീർ നരയങ്കോടനും ME റാഷിദും ചേർന്ന് കണ്ടെത്തുകയും സ്വർണ്ണാഭരണം തിരിച്ചു വാങ്ങി കുറ്റ്യാടി SI ഏൽപ്പിക്കുകയും ചെയ്തു. കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് CI കൈലാസ്നാഥ് ജനകീയ ദുരന്ത നിവാരണ സാരഥികളായ നരയങ്കോടൻ ബഷീറിന്റെയും മുഹമ്മദ് ബഷീറിന്റെയും സാന്നിധ്യത്തിൽ ഉടമയ്ക്ക് കൈമാറി. ഇന്നത്തെ വാർത്താ സന്ധ്യ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.